നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമാക്കുന്നതിന് CBI അന്വേഷണം വേണമെന്നും ഇപ്പോൾ നിലവിലുള്ള അന്വേഷണത്തിൽ അപര്യാപ്തത ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരുപാട് തെളിവുകൾ എടുത്തു വെച്ചു കൊടുത്തു. കാരണം അന്വേഷണ റിപ്പോർട്ട്, അതുപോലെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഗതികള്, രാസപരിശോധന, മറ്റു പരിശോധനകൾ, ഇതൊന്നും ശരിയല്ല എന്ന് കൃത്യമായി ജഡ്ജിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടും കുടുംബത്തിന്റെ ആവശ്യം, ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CBI അന്വേഷണം ആവശ്യമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വിധി പറയുമ്പോൾ ആ വിധിയിൽ നമുക്ക് ചിലത് വായിച്ചെടുക്കാൻ പറ്റും. നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തി പോരാ എന്നുള്ള നിലയിൽ അദ്ദേഹം സർക്കാരിനോട് ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളത് അതിനൊരു തെളിവാണ്. പക്ഷെ എങ്കിലും അന്തിമമായി CBI അന്വേഷണം വേണ്ട എന്നും നിലവിലുള്ള അന്വേഷണ സംഘം തന്നെ അന്വേഷിച്ചാൽ മതിയെന്നും, പക്ഷെ അതിന്റെ നേതൃത്വം DIG ജില്ലാ മേധാവി തന്നെ അത് നോക്കണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചില വിഷയങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് തോന്നാതിരിക്കാൻ നിവൃത്തിയില്ല. നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്നത് സ്ഥാപിച്ചിട്ടുള്ള നിലവിൽ അന്വേഷണ വിഭാഗം കൈകാര്യം ചെയ്യാത്ത, അവർ അന്വേഷിക്കാത്ത മേഖലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജി തള്ളുമ്പോൾ സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇപ്പം നോക്കുന്നത്. ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഒരു കാര്യം തീരുമാനിച്ചു. ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാൻ തീരുമാനിച്ചു. CBI അന്വേഷണം വേണമെന്നുള്ള അവരുടെ തീരുമാനം ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് നവീൻ ബാബുവിന്റെ മരണം കേവലം ഒരു ആത്മഹത്യ അല്ല എന്നും അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ മേൽ വളരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നും എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഉണ്ട് എന്നും കുടുംബത്തിന് ബോധ്യമായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും ഇനി സുപ്രീം കോടതിയിൽ പോയാണെങ്കിലും ഈ കേസ് ശരിയാവണ്ണം തെളിയിക്കും എന്നുള്ളൊരു പിടിവാശിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വാശിയിൽ തന്നെയാണ് കുടുംബം എത്തി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ പിണറായി സർക്കാർ പക്ഷെ അതിനെയൊക്കെ തടയിടുന്ന തിരക്കിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ഈ വിധി സർക്കാരിന് ഒരല്പം ആശ്വാസമാണ്. ഇനി ഒരു പക്ഷേ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അനുവദിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന് ഒരു വലിയ ക്ഷീണമായേനെ. അത് മാത്രമല്ല, നിലവിലുള്ള അന്വേഷണത്തിന്റെ അപര്യാപ്തതകളെ അംഗീകരിക്കുന്ന ഒന്നായി ഇത് മാറിപ്പോയേനെ. പക്ഷേ ഇത്തരത്തിലൊരു വിധി CBI അന്വേഷണം വേണ്ട എന്ന വിധത്തിലുള്ള ഒരു വിധി പറയാൻ നിൽക്കുമ്പോൾ, അത് ഇത്രയും വിധി പറയാൻ വൈകിയപ്പോ ഇവിടെ തെളിവ് നശിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റു തെളിവുകൾ കളക്ട് ചെയ്യാതെ അത് നശിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയെന്നുള്ളതാണ്. തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം. ഇനിയിപ്പോ CCTV ദൃശ്യങ്ങൾ, ഈ ഇത്രയും കാലത്തിന് ശേഷം CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനാകുമോ, അല്ലെങ്കിൽ ടെലിഫോൺ വിവരങ്ങൾ, മറ്റു വിവരങ്ങൾ ശേഖരിക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത്തരത്തിൽ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ടെന്നും കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് റിപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിലും അത്തരത്തിൽ രാസപരിശോധന, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ, അതുപോലെ മറ്റ് പരിശോധന, അതുപോലെ കയറിന്റെ വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം ശരിയല്ല എന്ന്, അതായത് അവർക്ക് പക്ഷപാതപരമായിട്ടാണ് പോകുന്നത്, ഇതൊരു കൊലപാതക സാധ്യതയാണെന്ന് പോലീസിന് അറിയാം, ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം എന്നതിന്റെ തെളിവ് കൊടുത്ത റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന്റെ പരിസരത്തോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ഉള്ള CCTV ദൃശ്യങ്ങളൊന്നും എടുത്തിരുന്നില്ല. അത്തരം CCTV ദൃശ്യങ്ങൾ ഒഴികെ മറ്റു ദൃശ്യങ്ങളൊക്കെ എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആവശ്യമുള്ള ദൃശ്യങ്ങളും ആവശ്യമുള്ള തെളിവുകളും ഒന്നും കളക്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള മേഖലകളിലേക്ക് അന്വേഷണം പോയില്ല. ഇവിടെ 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന പ്രശാന്തനുമായി ബന്ധപ്പെട്ട യാതൊരു കേസുമില്ല. അതുപോലെ ഡ്രൈവർ ഷംസുദ്ദീനെ പിന്നെ കണ്ടിട്ട് തന്നെ ഇല്ല. അങ്ങനെ മറ്റു തെളിവുകളൊന്നും കളക്ട് ചെയ്തിട്ടില്ല, ഫോൺ രേഖകൾ കളക്ട് ചെയ്തിട്ടില്ല. പോലീസ് ഇതിന്റെ തുടക്കത്തിൽ എന്താണോ പറഞ്ഞിരുന്നത്, നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞ ഉടൻ എന്താണോ സംസാരിച്ചിരുന്നത്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഇതൊരു ആത്മഹത്യയാണ് എന്ന് ഒരു സർട്ടിഫൈ ചെയ്തതിനു ശേഷം അതിനെ സ്ഥാപിക്കാനുള്ള അന്വേഷണമാണ് സത്യത്തിൽ നടന്നു പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കുടുംബം ഇത്തരത്തിലൊരു അന്വേഷണം ഈ അന്വേഷണ ഏജൻസി നടത്തിക്കഴിഞ്ഞാൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കഴിഞ്ഞാൽ ഇത് എവിടെയും എത്താൻ പോകുന്നില്ല എന്നും ഇത് തെളിയാൻ പോകുന്നില്ല എന്നും മനസ്സിലാക്കിയത്. പക്ഷെ വൈകിപ്പോയി എന്നത് മറ്റൊരവസ്ഥ. പക്ഷെ എങ്കിലും വൈകിയ വേളയിലും അവർ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ സിംഗിൾ ബെഞ്ച് വിധി ഇങ്ങനെ പറയുമ്പോൾ, CBI അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ അവർ അപ്പോൾ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. CBI അന്വേഷണം വേണം എന്നുള്ള, കേരളത്തിന് പുറത്ത് മറ്റൊരു അന്വേഷണ ഏജൻസി വേണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അവർ വളരെ വ്യക്തമായി അവരുടെ ഭാഗം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം നിലവിലുള്ള അന്വേഷണ ഏജൻസി, ആ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ അന്വേഷണം ഒരു തരത്തിലും തൃപ്തികരമല്ല എന്നതുകൊണ്ടാണ് അവർ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതേ അന്വേഷണ ഏജൻസിയെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, അതിന്റെ നേതൃത്വം മറ്റേതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് പഴയതുപോലെ തന്നെ ഇതെവിടെയും എത്താൻ പോകുന്നില്ല എന്നും സത്യം തെളിയാൻ പോകുന്നില്ല എന്നും, നവീൻ ബാബുവിന്റെ കൊലപാതകം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ മറ്റ് അവ്യക്തതകൾ, മറ്റ് തെളിവുകൾ ഇതൊന്നും ശേഖരിക്കാൻ പോകുന്നില്ല എന്നും, അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയായി അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ ഭയക്കുന്നു.
അത് തന്നെയാണ് അവർ സംശയിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വരാനും സാധ്യതയുള്ളത്. നമ്മൾ നിലവിലുള്ള മറ്റ് കേസുകളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. KSRTC ഡ്രൈവർ യദുവിന്റെ കേസ് ഇതുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും നമ്മളെല്ലാം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കണ്ടതാണ്. യദു ഓടിച്ചിരുന്ന KSRTC ബസ് റോഡിൽ കൊണ്ടുവന്ന് മേയറുടെ വാഹനം ബലംകെട്ട കാരണത്താൽ നിർത്തിയത്, ആ മേയറുടെ വാഹനത്തിൽ നിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി യദു എന്ന ചെറുപ്പക്കാരനെ ശാസിച്ചത്, ആരോപണങ്ങൾ ഉന്നയിച്ചത്, യാത്രക്കാരെ ഇറക്കിവിട്ടത്, ഇതൊക്കെ CCTV ദൃശ്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവം നടന്നത് കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ കണ്ടിട്ടും അത്തരത്തിലൊരു സംഭവം നടന്നതിന് യാതൊരു തെളിവും ഇല്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നവീൻ ബാബു മരണപ്പെട്ടതിന് തന്നെ ഒരു തെളിവില്ല എന്ന അവസ്ഥയിലേക്ക് നാളെ കാര്യങ്ങൾ എത്തിച്ചേരാൻ അത്ഭുതപ്പെടാനില്ല. കാരണം അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് അവർ പോകുന്നത്. പക്ഷേ ആ ഹൈക്കോടതിന്റെ ഉത്തരവാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഈ വിധിയിലൂടെ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നത്. ഇവിടെ ഇത്രയും വൈകിയത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും കോടതിയെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തേക്ക് നവീൻ ബാബുവിന്റെ കുടുംബം പോകുമ്പോൾ ഈ പോരാട്ടം, നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണ് എന്ന തങ്ങളുടെ സംശയത്തിന് ഒരു ദൂരീകരണം വേണം. അതിന് നിലവിലുള്ള അന്വേഷണ ഏജൻസി പോരാ എന്നുള്ള അവരുടെ തീരുമാനം അത് നടപ്പിലാകുന്നത് വരെ കേസിന് പോകും, അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ അവർ നിയമ നടപടികൾ തുടരും എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഈ കോടതി ഉത്തരവ് വന്ന ഉടനെ തന്നെ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു, വേണ്ടി വന്നാൽ ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോകുമായിരിക്കും. ഏതായാലും CBI ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അനുവദിക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. നിലവിലുള്ള അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം അപര്യാപ്തമാണ് എന്ന് എണ്ണി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വക്കീൽ അഡ്വക്കേറ്റ് റോൾഫ് കൃത്യമായി അത് കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. പോരാതെ 28 പേജുള്ള മറ്റൊരു കുറിപ്പ് കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. അതൊക്കെ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവിടുന്നത്. കേസിലെ വാദഗതികളും ഇതുവരെയുള്ള നാൾവഴിയുള്ള മറ്റ് നിലപാടുകളും ഒക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും CBI അന്വേഷണം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അത്തരമൊരു അന്വേഷണം അനിവാര്യമായിരുന്നു. ഇവർ കേരളം ഭരിക്കുന്നത് ഒരു സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തന്നെ കുറ്റക്കാർ. ആ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തന്നെ കുറ്റക്കാരാകുമ്പോൾ അവരുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ ഈ കേസ് എവിടെ വരെ എത്തും, എവിടെയാണ് എത്തിച്ചേരുക എന്ന് സാമാന്യ കോടതിക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എന്ത് എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ചോദ്യമായി അവശേഷിക്കുമായിരിക്കും, ഒരുപക്ഷെ നിയമത്തിലുള്ള വിവരക്കേടായിരിക്കും. എന്തായാലും CPM, കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രധാന കക്ഷിയായിട്ടുള്ള CPM, അതിലെ നേതാക്കൾ തന്നെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ CPMന്റെ നേതാവ് തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ CPMനെതിരെ, തങ്ങളുടെ മന്ത്രിമാർക്കെതിരെ, തങ്ങളുടെ മേലുദ്യോഗസ്ഥർക്കെതിരെ അന്വേഷിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം കോടതി മനസ്സിലാക്കാത്തത് എന്തെന്നുള്ള കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ചോദ്യം ന്യായമാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ വിധി വന്നു കഴിഞ്ഞു. ഇനി അതുമേലുള്ള പരാമർശങ്ങളും കണക്കുകൂട്ടലും കൂട്ടിക്കഴിക്കലും മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. നവീൻ ബാബുവിന്റെ കുടുംബം ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇനി എന്തായിരിക്കും, അതിനി എത്ര കാലം എടുക്കും എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. Different angles. Don't forget to subscribe and support this channel.